നമ്മൾ വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള സെഷൻസാണ് നമ്മൾ ആൾറെഡി കഴിഞ്ഞു പോയത്. അധ്യക്ഷൻ റംസാൻ സാറിൻ്റെ സെഷനും അതുപോലെ ഉദ്ഘാടക പ്രസംഗൻ മുജീബ് റഹ്മാൻ സാറ് ആൻഡ് നമ്മുടെ ചീഫ് ഗസ്റ്റ് റിട്ടയർഡ് IPS ഇർഷാദ് സാറ് വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള നമ്മുടെ സ്വയം നമ്മുടെ ബോധത്തെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുന്ന രൂപത്തിലുള്ള അല്ലെങ്കിൽ നമ്മൾ ട്രിഗർ ചെയ്യുന്ന രൂപത്തിലുള്ള സെഷൻസാണ് അല്ലെങ്കിൽ സ്പീച്ചസാണ് നമ്മൾ കേട്ടത്. ഞാൻ ഇവിടെ പറഞ്ഞ പോലെ തന്നെ സെബിയിലാണ് ലാസ്റ്റ് 18 വർഷമായിട്ട് സെബിയിൽ വർക്ക് ചെയ്യാണ്. മുംബൈയിലായിരുന്നു, ഇപ്പോൾ 5 മാസമായിട്ട് ചെന്നൈ ഓഫീസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ടോപ്പിക് ബഡ്സ് ആക്ട് 2019 എന്നാണ്. എങ്കിലും ഒരു ചെറിയ ബ്രീഫ് ഇൻട്രഡക്ഷൻ സെബിയെ കുറിച്ചിട്ടും സെബിയുടെ ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടും കൊടുത്തിട്ട് നമുക്ക് ടോപ്പിക്കിലേക്ക് കയറാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സെബി നമുക്കറിയാം, അത് സ്ഥാപിതമായത് 1992 1992 സെബി ആക്ട് എന്നുള്ള സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആക്ട് പാർലമെൻറ്റിൽ പാസ്സാക്കിയിട്ടാണ് ഈ ഒരു റെഗുലേറ്ററി ബോഡി ഫോം ചെയ്യുന്നത്. ഇതിനു മുന്നേ ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ, ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ റെഗുലേറ്ററി ബോഡി എന്നുള്ള രൂപത്തിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഓട്ടോണമസ് സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്ററി ബോഡി, ഒരു ഇൻഡിപെൻഡൻറ്റ് ബോഡി ആയിട്ടുള്ള ഒരു ഇല്ലായിരുന്നു. അതിന് മുന്നേ ഉണ്ടായിരുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ ഫിനാൻസ് മിനിസ്ട്രിയുടെ അണ്ടറിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായിട്ട്, ഒരു റെഗുലേറ്ററി അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസായിട്ട് അണ്ടർ ഫിനാൻസ് മിനിസ്ട്രി, ഡയറക്റ്റ് അണ്ടർ ഫിനാൻസ് മിനിസ്ട്രി, അങ്ങനെ ഒരു സെറ്റപ്പായിരുന്നു. അത് പിന്നെ 1992 ഈ ഒരു രൂപത്തിലേക്ക് ഇൻഡിപെൻഡൻറ്റ് റെഗുലേറ്ററി ബോഡിയായിട്ട് മാറുന്നത്. അപ്പോൾ ഇത് ഫോം ചെയ്യുന്ന സമയത്ത്, അത് ഫോം ചെയ്യാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അർഷദ് മേത്ത സ്കാം ആയിരുന്നു. ആ സ്കാമാണ് ഇങ്ങനെ ഗവൺമെൻറ്റിന് ആ സമയത്ത് ഇങ്ങനെ ഒരു റെഗുലേറ്ററി ബോഡി വിത്ത് ഓൾ പവേഴ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉള്ള റെഗുലേറ്ററി ബോഡി വേണമെന്നുള്ളത്, എക്സ്ക്ലൂസീവായിട്ട് റെഗുലേറ്ററി ബോഡി വേണമെന്നുള്ളത് തോന്നാൻ കാരണം. അപ്പോൾ ഈ ഒരു സെബി ആക്ടിൽ ക്ലിയറായിട്ട് പറയുന്നുണ്ട് അതിൻ്റെ പർപ്പസ് എന്തായിരിക്കണം ദ മാൻഡേറ്റ്. മെയിനായിട്ടും ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ 3 മാൻഡേറ്റാണ് സെബി ആക്ടിൻ്റെ പ്രിഫേസിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, സെബിയുടെ ഫംഗ്ഷനിങ്ങിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 3 പില്ലേഴ്സ് അല്ലെങ്കിൽ 3 മാൻഡേറ്റ് ആണ് പറയുന്നത്. ഒന്ന്, ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷനാണ്, പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ് ആണ്. 2, ഡെവലപ്മെൻറ്റ് ഓഫ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്. 3, റെഗുലേഷൻ ഓഫ് ദി സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഈ 3 കാര്യങ്ങളാണ്: പ്രൊട്ടക്ഷൻ ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻട്രസ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് ദ സെക്യൂരിറ്റീസ് മാർക്കറ്റ്, റെഗുലേഷൻ ഓഫ് ദി സെക്യൂരിറ്റീസ് മാർക്കറ്റ്. അപ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റേഴ്സ് ആംഗിളിൽ, ഒരു കോമൺ പബ്ലിക്കിൻ്റെ ആംഗിൾ നോക്കുമ്പോൾ നമുക്കെല്ലാം അതിൽ ഒന്നാമത്തെ ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ ആയിരിക്കും, അതായിരിക്കും ഏറ്റവും നമ്പർ 1 ഒബ്ജക്ഷൻ അങ്ങനെ തോന്നുക. പക്ഷേ സത്യത്തിൽ സെബിയുടെ എല്ലാ റെഗുലേഷൻസും എല്ലാ ഫങ്ഷൻസും നോക്കുകയാണെങ്കിൽ ഇതിൽ 3 ഒബ്ജക്റ്റീവ്സും ഈ 3 മാൻഡേറ്റ്സും ബാലൻസ്ഡ് ആയിട്ട് പോകുക എന്നുള്ളതാണ്. കാരണം ഇൻവെസ്റ്റേഴ്സ് പ്രൊട്ടക്ഷൻ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ ഇന്ത്യൻ സെക്യൂരിറ്റീസ് മാർക്കറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് എൻഷുർ ചെയ്യണം. അപ്പോൾ കുറച്ച് റിസ്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ചില റിസ്കി ആയിട്ടുള്ള പോളിസീസും അല്ലെങ്കിൽ പ്രൊഡക്ട്സും ഒക്കെ നമ്മൾ മാർക്കറ്റിൽ ക്യാപിറ്റൽ ഫോർമേഷൻ അല്ലെങ്കിൽ ഫണ്ട് മൊബിലൈസിങ് പ്രൊഡക്റ്റൊക്കെ സെക്യൂരിറ്റീസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഗ്ലോബൽ മാർക്കറ്റുമായിട്ട് പിടിച്ചു നിൽക്കണമെങ്കിൽ, ഗ്ലോബൽ ക്യാപിറ്റൽ മാർക്കറ്റുമായിട്ടൊക്കെ നമ്മൾ ഈ എക്കണോമിക്സുമായിട്ടൊക്കെ നമ്മൾ മാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള പ്രൊഡക്ട്സൊക്കെ നമ്മൾ റിസ്കി പ്രൊഡക്ട്സ് അടക്കം, ജസ്റ്റ് ലൈക്ക് F&O, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് ഒക്കെ പോലെയുള്ള ഡെറിവേറ്റീവ്സ് പ്രൊഡക്ട്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് ആ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് മാർക്കറ്റാണ്. 3ാമത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ റെഗുലേഷനാണ്. ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ സെബി ആക്ട് എന്നുള്ള ആക്ടിൻ്റെ അണ്ടറിൽ ഒരുപാട് റെഗുലേഷൻസ് സെബി ഫോം ചെയ്തിട്ടുണ്ട്. ഓരോ ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റിലുള്ള എല്ലാ പ്ലെയേഴ്സും ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. അതിൽ ഒരു മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയും, MIIs എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അത് സെബി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പിൽ വരുന്ന എക്സ്ചേഞ്ചസും, സ്റ്റോക്ക് എക്സ്ചേഞ്ചസും, ഡെപ്പോസിറ്ററീസും ഉള്ള, അതുപോലെ ക്ലിയറിംഗ് കോർപ്പറേഷൻസ്, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനാണ് നമ്മൾ മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ മറ്റുള്ള മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആയിട്ടുള്ള സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസ്, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കേഴ്സ് അല്ലെങ്കിൽ മർച്ചൻറ്റ് ബാങ്കേഴ്സ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്, ഡിബഞ്ചർ ട്രസ്റ്റീസ്, ബാങ്കേഴ്സ് ടു ഇഷ്യൂ, അങ്ങനെയുള്ള ഒരുപാട് അത് മ്യൂച്വൽ ഫണ്ട് കമ്പനീസ്, അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനീസ്, ഇങ്ങനെ ഒരുപാട് മാർക്കറ്റ് പ്ലെയേഴ്സ് വേറെയുണ്ട്. ഇപ്പോൾ ഈ ഓരോ ടൈപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും അവരുടെ ഓരോ ടൈപ്പ് ഓഫ് പാർട്ടിസിപ്പൻസിനാണെങ്കിലും അവർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള
അവരുടെ രജിസ്ട്രേഷൻ മുതൽ അവരുടെ ഓപ്പറേഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൊത്തം റെഗുലേറ്റ് ചെയ്യാനുള്ള സെപ്പറേറ്റ് എക്സ്ക്ലൂസീവായിട്ടുള്ള റെഗുലേഷൻസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് വിത്ത് യൂസിങ് ദ പവേഴ്സ് ഗിവൺ ബൈ ദ സെബി ആക്ട്. അപ്പോൾ ഇതെല്ലാം ഈ 3 ഒബ്ജക്റ്റീവ്സ് ഞാൻ പറഞ്ഞ 3 ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സെബി ആക്ട് പ്രകാരം സെബിക്ക് 3 പവേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. 3 മേജറായിട്ട് ബ്രോഡായിട്ട് 3 പവേഴ്സാണുള്ളത്. ഒന്ന് നമ്മുടെ ക്വാസി ലെജിസ്ലേറ്റീവ് പവറാണ്. ക്വാസി ലെജിസ്ലേറ്റീവ് പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ലെജിസ്ലേറ്റീവ് പവർ നമുക്കറിയാം അല്ലേ? ലെജിസ്ലേറ്റീവ് അസംബ്ലി അല്ലെങ്കിൽ പാർലമെന്റിന്റെ പവർ അല്ലെങ്കിൽ അസംബ്ലിയുടെ പവർ എന്താണ്? അവരാണ് റൂൾ അല്ലെങ്കിൽ ലോസ് എല്ലാം ഫ്രെയിം ചെയ്യുന്നത്. ആ റൂൾ ഫ്രെയിം ചെയ്യാനുള്ള റെഗുലേഷൻസ് ഫ്രെയിം ചെയ്യാനുള്ള പവർ ആണ് ഈ ക്വാസി ലെജിസ്ലേറ്റീവ് പവർ വഴി പിന്നെ ഈ ഗവൺമെൻറ് സെൻട്രൽ ഗവൺമെൻറ് ഈ സെബി ആക്ട് പ്രകാരം സെബിയിലേക്ക് നിക്ഷിപ്തമായിരിക്കുന്നത്. അത് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആണെങ്കിലും മാർക്കറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും അവർക്കൊക്കെ ബന്ധപ്പെട്ടുള്ള എല്ലാ രൂപത്തിലുള്ള റെഗുലേഷൻസും ഫ്രെയിം ചെയ്യുന്നത് ഈ ക്വാസി ലെജിസ്ലേറ്റീവ് പവർ ഉപയോഗിച്ചിട്ടാണ്. ആ ഒരു ലെജിസ്ലേറ്റീവ് റെഗുലേഷൻസ് ഒന്നും നമുക്ക് പിന്നെ പാർലമെന്റിൽ പോയി പ്ലേസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. സെബി ബോർഡിന് തന്നെ അത് അപ്രൂവ് ചെയ്യാനുള്ള പവറുണ്ട്. രണ്ടാമത്തെ പവർ എന്ന് പറഞ്ഞാൽ ക്വാസി എക്സിക്യൂട്ടീവ് പവറാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ക്വാസി എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഈ റെഗുലേഷൻസ് അല്ലെങ്കിൽ ഈ റൂൾസ് എല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന പവറാണ്. അത് മാർക്കറ്റിൽ ഈ പറഞ്ഞ സ്ഥാപനങ്ങളെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക, അവർ അത് കംപ്ലൈ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. ഇതാണ് ക്വാസി എക്സിക്യൂട്ടീവ് പവർ. നമ്മളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു ട്രാഫിക് റൂൾസ് ലെജിസ്ലേറ്റ് ചെയ്യുന്നത് കേന്ദ്ര ഗവൺമെൻറ്റോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഒക്കെ ആയിരിക്കും. പാർലമെൻറ്റും അതുപോലെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസൊക്കെയാണ് ഇതേപോലുള്ള ആ ഒരു ഭാഗത്തേക്കുള്ള അവരുടെ ജുഡിഷ്യൻ പ്രകാരമുള്ള റൂൾസ് ഫ്രെയിം ചെയ്യുന്നത്. ആ റൂൾസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് ട്രാഫിക് പോലീസാണ്. അപ്പോൾ ഈ ട്രാഫിക് പോലീസിൻ്റെ ജോലിയാണെന്ത്? അത് എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്, ആ റൂൾസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതാണ് ഒരു സൂപ്പർവൈസറി പവർ. അത് വെച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ പോലെ റെഗുലേഷൻ ഓഫ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്നുള്ള ഒബ്ജക്റ്റീവ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് നമ്മൾ ഈ പറഞ്ഞ റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്നുള്ള ഉറപ്പുവരുത്തും. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ ഈ രൂപത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻസ് അല്ലെങ്കിൽ ഇൻസ്പെക്ഷൻസ് ഒക്കെ ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ട് എന്താ പറയുക സാമ്പിളിംഗ് ബേസിലൊക്കെ നമ്മൾ ഇതേപോലുള്ള ഈ പറഞ്ഞ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ബ്രോക്കേഴ്സ് ആണെങ്കിലും DPs മർച്ചന്റ് ബാങ്കേഴ്സ് നേരത്തെ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊക്കെ നമ്മൾ പിന്നെ റെഗുലറായിട്ട് സാമ്പിളിംഗ് ബേസിൽ ഇൻസ്പെക്ഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. കാരണം അവർ ടീംസ് വിൽ ഗോ ദർ. എന്നിട്ട് അവരുടെ ഈ പറഞ്ഞ റൂള് ഓരോ പീരീഡിലും അവർ ആ റൂള് ഫോളോ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ കംപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള അവർ കംപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള എല്ലാ റെഗുലേഷൻസും അവർ ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അത്തരം ഇൻസ്പെക്ഷൻസ് കൊണ്ട് അല്ലെങ്കിൽ ഒരു ഓഡിറ്റ് പോലെ ആണ് ചെയ്യുന്നത്. ആ ഓഡിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെയാണ് വേറൊരു ആംഗിളാണ് ഇൻവെസ്റ്റിഗേഷൻസ്. എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസസ് അല്ലെങ്കിൽ മാനിപ്പുലേഷൻസ് ഒക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിൻ്റെ മുകളിലുള്ള ഇൻവെസ്റ്റിഗേഷൻസൊക്കെ ഈ എക്സിക്യൂട്ടീവ് പവറിൻ്റെ ഈ ക്വാസി എക്സിക്യൂട്ടീവ് പവർ എന്നുള്ള അതിൽ വരുന്നതാണ്. മൂന്നാമത്തെ പവറാണ് ക്വാസി ജുഡീഷ്യൽ പവർ. അതായത് സാധാരണ കോടതികൾക്കുള്ള പവർ ജുഡീഷ്യറിക്കുള്ള പവറാണ്. അത് ഈ സെക്യൂരിറ്റീസ് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട എന്ത് ഫ്രോഡലൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി നമ്മൾ പിന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലുള്ള ഓർഡേഴ്സ് പാസ് ചെയ്യാൻ നമ്മൾ പലപ്പോഴും പേപ്പറിലൊക്കെ കാണുന്നുണ്ടാവും സെബി ഓർഡർ പാസ്ഡ് അല്ലേ. ഈ ഓർഡർ പാസ് ചെയ്യുന്നത് ഓരോരോ പിന്നെ എൻറ്റിറ്റീസിന് അഗേൻസ്റ്റ് അക്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള എൻറ്റിറ്റീസിന് അഗേൻസ്റ്റ് നമ്മൾ ഓർഡർ പാസ് ചെയ്യാറുണ്ട്. ആ ഓർഡർ പാസ് ചെയ്യുന്നത് ഈ ക്വാസി ജുഡീഷ്യൽ പവർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു 3 പവേഴ്സാണുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിൽ നേരത്തെ റംസാൻ സാറൊക്കെ പറഞ്ഞ പോലെ ഏതാണ് നമ്മുടെ ഫിനാൻഷ്യൽ എക്കണോമിക് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി ഈ ക്യാപിറ്റൽ മൊബിലൈസേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളിലും മേജറായിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും അവരുടെ ഫിനാൻഷ്യൽ എക്കണോമിക് ഗ്രോത്തിൽ ഈ ക്യാപിറ്റൽ മാർക്കറ്റും സെക്യൂരിറ്റീസ് മാർക്കറ്റൊക്കെ വളരെ പ്രധാനമായ പങ്ക് വഹിക്കുന്നത്. അപ്പോൾ ഇത്തരം അവസരത്തിൽ ഇതുപോലുള്ള നമ്മുടെ ഈ സെബി ആക്ട് പ്രകാരം സെബിയുടെ റെഗുലേറ്ററി പ്രിവ്യൂവിൽ പ്രകാരമുള്ള റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നമുക്ക് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ ഇത്തരം റെഗുലേറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഓപ്ഷൻസൊക്കെ സാധാരണഗതിയിൽ ചിലപ്പോൾ 7% മുതൽ 15% ആ ഒരു റേഞ്ചിലൊക്കെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺസേ സാധാരണ കിട്ടുള്ളൂ. നേരത്തെ റിഷാദ് സിംഗ് സാർ പറഞ്ഞ പോലെ
12-13% അപ്പുറമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ നിങ്ങൾ പിന്നെ അതിൻ്റെ ഡ്യൂബിയസ്നെസ് നമുക്ക് മനസ്സിലാവും. മനസ്സിലായില്ലേ? അപ്പോൾ ഇപ്പോൾ ആ ഒരു പക്ഷേ ആളുകളുടെ അപ്രോച്ച് എന്താണ്? ഒന്ന്, പ്രത്യേകിച്ച് നമ്മുടെ ഈ ലിറ്ററസി എല്ലാം ഇത്രയും ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ ഇത്തരം സ്കീമുകളും ഇത്തരം ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസൊക്കെ ഇത്രയും കൂടാനുള്ള കാരണം ഒന്ന് ആറ്റിറ്റ്യൂഡാണ്, ഫിനാൻഷ്യൽ ബിഹേവിയറാണ്. എന്താണ് ബിഹേവിയർ? സാധാരണഗതിയിൽ ജനറൽ ആയിട്ടുള്ളൊരു ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒന്ന് കൈ നനയാതെ മീൻ പിടിക്കുക, അല്ലേ? നമ്മൾ പറയുമല്ലോ കൈ നനയാതെ മീൻ പിടിക്കണം. നമുക്ക് കാര്യമായിട്ട് ജോലിയൊന്നും ചെയ്യാതെ മീൻ പിടിക്കണം. അതിൽ കൂടുതലായിട്ട് അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതേപോലുള്ള കൂടുതൽ റിസ്കി ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനിലേക്കും ഒക്കെ ഡബിളാക്കുക, പണം ഡബിളാക്കുക, പെട്ടെന്ന് തന്നെ ഡബിളാക്കുക, അങ്ങനെയുള്ള വരുന്നത്. രണ്ടാമത്തെ ഗ്രീഡ്, സ്വാഭാവികമായിട്ട് വരുന്നൊരു ഗ്രീഡ് എന്നുള്ള ഓപ്ഷനാണ്. ഇപ്പോൾ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ തന്നെ നമ്മൾ ഈ ഇത്രയും കാലത്തെ ഒരു എക്സ്പീരിയൻസിൽ, സെബി റെഗുലേറ്ററി എക്സ്പീരിയൻസിൽ നമുക്ക് മനസ്സിലായി സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഈ F&O എന്നുള്ള ഒരു ഏരിയയിൽ, ഡെറിവേറ്റീവ് ഏരിയയിൽ, ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്നുള്ള ഏരിയയിൽ സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അതിനെക്കുറിച്ച്, ഡെറിവേറ്റീവ്സിനെ കുറിച്ച് ABCD അറിയാതെ എങ്ങനെയാണ് ഒരു ഫ്യൂച്ചർ വർക്ക് ചെയ്യുന്നത്, അതിൻ്റെ പിന്നെ ഇത് എങ്ങനെയാണ്, ഓപ്ഷൻസിൻ്റെ ഒരു മെക്കാനിസം എങ്ങനെയാണെന്നുള്ള ഒരു ഐഡിയ ഇല്ലാത്ത ആൾക്കാർ അതിൽ കൂടുതലായിട്ടുള്ള ഈ സാധാരണ ഇക്വിറ്റി, നോർമൽ മ്യൂച്വൽ ഫണ്ടിലും ഇക്വിറ്റിയിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഇപ്പോൾ അവിടെ കിട്ടുന്നത് 10, 12, 13% ആണെങ്കിൽ ഇക്വിറ്റിയിലും മ്യൂച്വൽ ഫണ്ടിലൊക്കെ കിട്ടുന്ന ആ ഒരു ആവറേജ് റിട്ടേൺ ആണെങ്കിൽ F&O ചെയ്ത് കഴിഞ്ഞാൽ ഓവർനൈറ്റൊക്കെ നമുക്ക്, അല്ലെങ്കിൽ വിത്തിൻ ഫ്യൂ ഡേയ്സിൽ ഓവർനൈറ്റൊക്കെ നമുക്ക് ഭയങ്കര ലാഭം കിട്ടുന്നുള്ള ഒരു ട്രെൻഡ് ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അതും വളരെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്, നമുക്ക് പ്രീമിയം ഇൻവെസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ 1 കോടിയുടെ F&O നമുക്ക് കളിക്കണമെങ്കിൽ ചിലപ്പോൾ 1 കോടി രൂപ വേണ്ട, നമുക്ക് അതിൻ്റെ പ്രീമിയം, ആ ഒരു മാർജിൻ മാത്രം വെച്ചിട്ട് നമുക്ക് ചെറിയ എമൗണ്ട് വെച്ചിട്ട് വലിയ വോളിയത്തിൽ ചെയ്യാൻ പറ്റും. ആ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടിട്ട് സാധാരണക്കാരായ ആളുകൾ F&Oയിൽ കിടന്ന് നിറങ്ങിയിട്ട് കൈ പൊള്ളാൻ തുടങ്ങി. ഒരുപാട് ആളുകൾക്ക് F&Oയിൽ കൈ പൊള്ളിയിട്ടുണ്ട്. റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൽ 80% ആളുകൾക്ക് F&Oയിൽ കൈ പൊള്ളിയിട്ടുണ്ട്. അതും വരുന്ന സെബിയുടെ അണ്ടറിൽ തന്നെയാണ്. പക്ഷേ ഈ F&O എന്നുള്ള പ്രൊഡക്റ്റ് ഉദ്ദേശിക്കുന്നത് റീറ്റെയിലേഴ്സിനല്ല, അത് ഉദ്ദേശിക്കുന്നത് കോർപ്പറേറ്റ്സിനും അതുപോലുള്ള ഈ എക്സ്പോർട്ട് ഇമ്പോർട്ടുള്ള ആളുകൾക്കൊക്കെയാണ്. കാരണം അവരുടെ ഈ ഫ്ലക്ച്വേഷൻസ്, അവരുടെ പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ് ആണെങ്കിലും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസിനൊക്കെ ഉള്ള അവരുടെ ഈ ഷെയർ പ്രൈസിലുള്ള മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ കമ്മോഡിറ്റി പ്രൈസിലുള്ള മൂവ്മെൻ്റ് ഒക്കെ അത് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ F&O എന്നുള്ള ഒരു ഫിനാൻഷ്യൽ പ്രൊഡക്റ്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ആളുകൾ ഇക്വിറ്റിയിലും മ്യൂച്വൽ ഫണ്ടിലും ഉള്ള നോർമൽ 10-12% സാധാരണ കിട്ടുന്ന, അല്ലെങ്കിൽ പിന്നെ അത് ചിലക്ക് നഷ്ടം ഉണ്ടാവാം, ഇതിൽ ഗ്യാരണ്ടി ഒന്നുമില്ലല്ലോ. അപ്പോൾ ഗ്യാരണ്ടി ഒന്നും ഇതിൽ പറയാൻ പറ്റില്ല. പക്ഷേ ആ ഒരു റിട്ടേൺ പോരാ, അവിടെയാണ് ഗ്രീഡ് വരുന്നത്. അപ്പോൾ ഇവരെ പോയിട്ട് ഈ പറഞ്ഞ ഇതിനെക്കുറിച്ച് ഒന്നും അറിയാതെ F&Oയിൽ കളിച്ചിട്ട് കൈപൊള്ളുകയാണ്. 80% ഡാറ്റ പറയുന്നതെന്ന് വെച്ചാൽ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഡാറ്റ പറയുന്നത് 80% റീറ്റെയിൽ ആളുകൾക്കും F&Oയിൽ പിന്നെ നഷ്ടം ഉണ്ടാവുന്നത്. സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മെച്ചം കിട്ടും. ഇതിന് പിന്നിൽ പല ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ടാവും, ഇൻഫ്ലുവൻസേഴ്സ് അല്ലേ, അങ്ങനത്തെ ആളുകളൊക്കെ ഇവരെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യാൻ, അവരുടെ ഇൻസ്പയർ ചെയ്യാനുണ്ടാവും. പക്ഷേ ഇത് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ലാസ്റ്റ് ഇയർ 1 year ബാക്ക്, 1 or 2 years ബാക്ക് നമ്മളെന്ത് ചെയ്തു, F&Oയിൽ റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ റെസ്ട്രിക്റ്റ് ചെയ്തു. കാരണം ഇതിന് മുന്നേ നമ്മളിതേപോലുള്ള സെമിനാർ, ഇൻവെസ്റ്റർ സെമിനാർസും അല്ലെങ്കിൽ മറ്റുള്ള പബ്ലിക് സെമിനാർസിലൊക്കെ നമ്മൾ പറയാറ് ഇങ്ങനെ F&Oയിൽ നിങ്ങൾ കൂടുതൽ ചെയ്യരുത്, അത് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടല്ല എന്ന് പറഞ്ഞാൽ പോലും ആളുകൾ ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവയർനെസ് ഒന്നും ആളും ചെവി കൊടുക്കുന്നില്ല. അവയർനെസ് ഒക്കെ കേട്ട് പോകും. പിന്നെയും പോയിട്ട് എനിക്ക് 12% പോരാ, എനിക്ക് 25%, 30% വേണം, അത് കിട്ടണമെങ്കിൽ F&Oയിൽ ചെയ്യണം, അല്ലെങ്കിൽ പെന്നി സ്റ്റോക്കിൽ ചെയ്യണം. 2 രൂപേൻ്റെയും 1 രൂപേൻ്റെയൊക്കെ ഒരു കമ്പനിയുടെ ബിസിനസ്സും ഇല്ലാതെ ചത്തുപോയ കമ്പനിയാണ്. നോൺ ഫങ്ഷണൽ ഡീഫങ്ക്ട് കമ്പനീസിൻ്റെ ഇതാണ് ഈ പറഞ്ഞ 1 രൂപ 2 രൂപയും കിടക്കുന്നത്. സിംപ്ലി ബൈ സംബഡി ഈസ് മൂവിങ് അപ്പ് ആൻഡ് ഡൗൺ, അതിൽ പോയിട്ട് ചാടും. കാരണം 1 രൂപ 2 രൂപ കഴിഞ്ഞാൽ 100% ആയില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഗ്രീഡ് വെച്ചിട്ട് ഈ പറഞ്ഞ F&Oയിലും പെന്നി സ്റ്റോക്കിലും നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള പറഞ്ഞു പോയിട്ടും അവയർനെസ് കൊടുത്തിട്ട് പോലും അത് കേൾക്കാതെ ഇത്തരം സ്ക്രിപ്റ്റിൽ ഇത്തരം പ്രൊഡക്ട്സിൽ തന്നെ പോയിട്ട് ചെയ്യും. അപ്പോൾ അവയർനെസ് കൊണ്ടും വ്യക്തവും പ്രോപ്പറായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടാതെ വന്നപ്പോഴാണ് പിന്നെ അവസാനത്തെ ഒരു അറ്റംപ്റ്റ് രൂപത്തിൽ റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നു. റീറ്റെയിൽ പാർട്ടിസിപ്പേഷൻ F&Oയിൽ വളരെ റെസ്ട്രിക്ഷൻ ചെയ്തു. അതിന് നിങ്ങൾക്ക് അങ്ങനെ വരണമെങ്കിൽ ഒരുപാട് കണ്ടീഷൻസ് വെച്ചു. അതോടുകൂടി ഈ F&Oയിലുള്ള മാർക്കറ്റ് ഈ ഒരു പുതിയ നോംസ് പ്രകാരം നോംസ് കൊണ്ടുവന്നതിന് ശേഷം, സെബി കൊണ്ടുവന്നതിന് ശേഷം F&Oയിലുള്ള മാർക്കറ്റ് വോള്യം എന്ന് പറയുന്നത് അറൗണ്ട് 50-60% സ്ലാഷായി. മനസ്സിലായില്ലേ? അപ്പോൾ അത് ഉദ്ദേശിച്ച ആളുകളല്ല അത് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരമുള്ള മെഷേഴ്സാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ വീണ്ടും ഇതേപോലെ പോയിട്ട് പിന്നെ തല വെച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ലാപ്ടോപ്പ്
അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ പബ്ലിക് മീഡിയയിലൊക്കെ ഓൾ ഇന്ത്യ ബേസിൽ എല്ലാ ലാംഗ്വേജിലും ഒരുപാട് അവയർനെസ് അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കാണ്ടായിരുന്നു. ഈ രൂപത്തിലുള്ള പിന്നെ ചതിക്കുഴികൾക്കെതിരെ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ രണ്ട് മൂന്ന് വീഡിയോസ് ഞാൻ ഇവിടെ പ്ലേ ചെയ്യാണ്. ഓക്കെ, അത് കണക്ഷൻ കൊടുത്തിട്ടുണ്ടോ? അല്ല അതിനും കുഴപ്പമില്ല. ഓർഡറിലിങ്ങനെ അല്ല, ഞാൻ ഇത് ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്യാം. ഇതിലുള്ള ഈ ഫോൾഡർ ഓപ്പൺ ചെയ്യണം. ഈ ഫോൾഡറിലെല്ലാം ചെയ്യണം. ഇതുണ്ടാവും മലയാളം CIS ആദ്യം CIS മണി ചെയിന് ആ കേട്ടോ. സമയം ഉണ്ടാവും. അപ്പോൾ ഞാൻ എൻ്റെ ടോപ്പിക് ഈ ഒരു കുറച്ച് അവയർനെസ് വീഡിയോസ് ഇവിടെ പ്ലേ ചെയ്യുന്നതാണ്. ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അപ്പോൾ എൻ്റെ ടോപ്പിക്കിലേക്ക് വരികയാണ്. ബഡ്സ് ആക്ട് 2019. എന്താണ് ബഡ്സ് ആക്ട്? ബഡ്സ് ആക്ട് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ? ബഡ്സ് ആക്ട് 2019 ആണ്. അതും ഒരു പുതിയ വളരെ വൈകി വന്ന ആക്റ്റാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ നാട്ടിൽ 1990s 80s മുതലൊക്കെ ഇത്തരം ഈ പിന്നെ അൺറെഗുലേറ്റഡ് ഇല്ലീഗൽ ഡെപ്പോസിറ്റ് സ്കീമൊക്കെ ആടത്തേക്ക് മാഞ്ചിയം മുതൽ 90s നമ്മൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഉള്ളതാണ്. ആടത്തേക്ക് മാഞ്ചിയം, അതിനുശേഷം അതിന് മുന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്തരം പിന്നെ ടോട്ടൽ ഫോർ യു ആണെങ്കിലും, ഞാൻ പേര് പറയുന്നില്ല, ബിസയർ, അങ്ങനെ ഒരുപാട് സ്കീമുകൾ, അതുപോലെ നമ്മുടെ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണെങ്കിലും ഒരുപാട് സ്കീമുകൾ വന്നിട്ടുണ്ട്. പക്ഷേ വൈകിട്ടാണെങ്കിലും 2019 ഈ ഒരു ആക്ട് വന്നത്. കാരണം ഈ ഒരു ഇത്തരം സ്കീമുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ അതൊരു ഗ്രേ ഏരിയ ആയിരുന്നു. ആര് റെഗുലേറ്റ് ചെയ്യും, ആരുടെ അടുത്ത് പോയി കംപ്ലൈൻറ്റ് ചെയ്യും, ആർക്കും അറിയില്ല. ആരും ഒരു റെഗുലേറ്ററി ബോഡിക്കും പ്രത്യേകിച്ച് ഇതിന് മുകളിലുള്ളൊരു എന്താ പറയുക പിന്നെ ക്ലിയർ കട്ട് അതോറിറ്റി ജുറിസ്ഡിക്ഷൻ കൊടുത്തിട്ടില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു ഇത്തരം സ്കീമിൽ പെട്ടുപോയ ഒരാൾ RBIയിൽ ചെന്നിട്ട്, അല്ലെങ്കിൽ RBIയുടെ ഓഫീസിൽ ചെന്നിട്ട് കംപ്ലൈൻറ്റ് ചെയ്താൽ RBI പറയും ഇത് നമ്മളതല്ല. സെബിയിൽ വന്ന സെബി പറയും ഞങ്ങൾക്ക് ഈ ഒരു ഇതിലൊരു ജുറിസ്ഡിക്ഷൻ ഇല്ല. അങ്ങനെ അങ്ങനെയുള്ള ഇപ്പോൾ പോലീസാണെങ്കിൽ പോലീസ് പറയും ഇത് RBI പോകണം. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ഗ്രേ ഏരിയ ആയിരുന്നു കുറേ കാലം. അപ്പോൾ ഈ ബഡ്സ് ആക്ടിന് ശേഷം ഇതിൽ എന്തെല്ലാം സെബിയുടെ അണ്ടറിൽ വരും, എന്തെല്ലാം RBIയിൽ വരും, എന്തെല്ലാം IRDAയുടെ അണ്ടറിൽ വരും, എന്തെല്ലാം ഇതുപോലെ ബഡ്സ് ആക്ടിൻ്റെ അണ്ടറിൽ വരും എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട്, അല്ലെങ്കിൽ ബഡ്സ് ആക്ടിൻ്റെ ഇതിൽ വരും വെച്ചാൽ ഒരു കോമ്പറ്റൻ്റ് അതോറിറ്റി എല്ലാ സ്റ്റേറ്റിലും അപ്പോയിൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓരോ സ്റ്റേറ്റിലും ഒരു കോമ്പറ്റൻ്റ് അതോറിറ്റി അപ്പോയിൻറ്റ് ചെയ്യണം. സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു കോമ്പറ്റൻ്റ് അതോറിറ്റി അപ്പോയിൻറ്റ് ചെയ്യണം. അവരാണ് ഇത്തരം അൺറെഗുലേറ്റഡ്, ബഡ്സിൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ബാനിങ് ഓഫ് അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് സ്കീം ആക്ട് 2019. അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ്സ്, അതിൽ ഈ പറഞ്ഞ പോൺസി സ്കീം ആണെങ്കിലും MLM ആണെങ്കിലും ഈ പറഞ്ഞ മറ്റുള്ള പിന്നെ ഡെപ്പോസിറ്റ് സ്കീമുകളൊക്കെ ആ ഒരു പെർവിയിൽ വരുന്നതാണ്. അതിൽ തന്നെ ആക്ടിൽ ക്ലിയർ ആയിട്ടും അത് പിന്നെ ഡെപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഡെഫിനിഷനിൽ പറയുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാം ഡെപ്പോസിറ്റിൽ വരും. കാരണം വിത്ത് എ പ്രോമിസ് ടു റിട്ടേൺ എന്നാണ് പറയുന്നത്. ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോമിസ് ടു റിട്ടേൺ, നമ്മൾ മണി റിസീവ് ചെയ്യുകയാണെങ്കിൽ ആ റിട്ടേൺ ക്യാൻ ബി ഐദർ ഇൻ ഫോം ഓഫ് ക്യാഷ് ഓർ കൈൻഡ് ഓർ സർവീസ് ഓർ എനി അതർ ഫോം. ആ റിട്ടേൺ എങ്ങനെയാവാം. അപ്പോൾ അങ്ങനെ അവിടെയാണ് നമ്മൾ ഈ ഗോൾഡ് സ്കീം പോലത്തെ കാര്യങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ടി വരിക. അതിൽ എല്ലാ ഗോൾഡ് സ്കീമും അല്ല, ചില അത് അവർ എക്സാമിൻ ചെയ്യും. ഈ പറഞ്ഞ കോമ്പറ്റൻ്റ് അതോറിറ്റി എക്സാമിൻ ചെയ്യും. അത് ഈ ഗോൾഡ് സ്കീമിൽ വരുന്ന ഡിപ്പോസിറ്റ് ബഡ്സ് ആക്ടിൻ്റെ അല്ലെങ്കിൽ അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റിൽ വരുന്നതാണോ, അതോ അതിൻ്റെ നാച്ചർ നോർമൽ അഡ്വാൻസ് ഫോർ പർച്ചേസ് ആണോ. അതിൽ എക്സംഷൻ ഉണ്ട്. എക്സംഷൻ എന്ന് പറഞ്ഞതാണ് നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ ചിലപ്പോൾ അഡ്വാൻസ് കൊടുക്കും അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കോൺട്രാക്റ്റിന് പോകണമെങ്കിൽ നമ്മൾ EMD കൊടുക്കാറുണ്ട്, ഏണസ്റ്റ് മണി ഡെപ്പോസിറ്റ്. ഒരു ടെൻഡറിന് പോകുമ്പോൾ അല്ലേ, ഇപ്പോൾ ടെൻഡറിന് പോകുമ്പോൾ EMD കൊടുക്കാറുണ്ട്. ആ ടെൻഡറിന് പോകുമ്പോൾ EMD കൊടുക്കുമ്പോൾ അത് റെഗുലേറ്റഡ്, അതൊരു അൺറെഗുലേറ്റഡ് ഡെപ്പോസിറ്റ് അല്ല. അപ്പോൾ അത്രയും എക്സംഷൻസ് ഇതിൽ ഓൾറെഡി ഉണ്ട്. അതുപോലെ തന്നെ നോർമൽ ബിസിനസ്സിലുള്ള അഡ്വാൻസ്, നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് മുൻകൂട്ടി അഡ്വാൻസ് കൊടുക്കുക, അതൊരു സമയത്ത് അവർ ആ സാധനം തരും എന്ന് പറയാം, അല്ലെങ്കിൽ സർവീസ് തരും എന്ന് പറയാം. ഇപ്പോൾ കോൺട്രാക്ടേഴ്സിനൊക്കെ നമ്മൾ അഡ്വാൻസ് കൊടുക്കും ചിലപ്പോൾ, അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരം എക്സംഷൻസ് അതിലുണ്ട്. പിന്നെ അതിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത് ഈ കോമ്പറ്റൻ്റ് അതോറിറ്റിയാണ്. കോമ്പറ്റൻ്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ സ്റ്റേറ്റ് ലെവലിലുള്ളൊരു സെക്രട്ടറി ആയിരിക്കും. സെക്രട്ടറി ലെവലിൽ ഹൈ റാങ്കിലുള്ള ഒരു സെക്രട്ടറി ലെവലിലുള്ളൊരു ആളെയാണ് ഈ കോമ്പറ്റൻ്റ് അതോറിറ്റി ആയിട്ട് ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുക.
അവരാണ് ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്നത്. അതിൻ്റെ കീഴെ ജില്ലാ ലെവലിൽ അവരുടെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കലക്ടേഴ്സും റെസ്പോൺസിബിളാണ്, ജില്ലാ കലക്ടേഴ്സും റെസ്പോൺസിബിളാണ്. പിന്നെ അതിന് പുറമെ അവരൊരു ഡെസിഗ്നേറ്റഡ് കോർട്ടുണ്ട്. ഇപ്പോൾ ഇത് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ്. അപ്പോൾ ഒരു കേസായി മാറുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു മാറ്റർ ഈ ബഡ്സ് ആക്ടിൻ്റെ അണ്ടറിൽ കേസായി മാറുകയാണെങ്കിൽ ഈ കോമ്പറ്റന്റ് അതോറിറ്റി അവരുടെ പിന്നെ ഗ്രൗണ്ട് ലെവൽ എക്സാമിനേഷൻ ചെയ്യാനും അല്ലെങ്കിൽ അവരുടെ പ്രോപ്പർട്ടീസ് അറ്റാച്ച് ചെയ്യാൻ ഈ പറഞ്ഞ ആളുകളുടെ ഡെപ്പോസിറ്റ് ടേക്കേഴ്സിൻ്റെ പ്രോപ്പർട്ടി അറ്റാച്ച് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഡിസ്ട്രിക്ട് കലക്ടേഴ്സിനെ യൂസ് ചെയ്യും. അപ്പോൾ അതിനുശേഷം ഒരു കേസായി മാറിക്കഴിഞ്ഞാൽ അത് ജുഡീഷ്യൽ ആക്ടിവിറ്റീസിന് കൊണ്ട് അതിന് സ്പെഷ്യൽ കോർട്ട് സെറ്റ് ചെയ്യും, ഡെസിഗ്നേറ്റഡ് കോർട്ട് സെറ്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആലപ്പുഴയിലെ ഒരു സ്പെഷ്യൽ കോർട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് പോപ്പുലർ ഫിനാൻസിൻ്റെ കേസിൽ. അത് ബഡ്സ് ആക്ടിൻ്റെ കേസ് അണ്ടറിൽ സെറ്റ് ചെയ്ത ഡെസിഗ്നേറ്റഡ് കോർട്ടാണ് ആലപ്പുഴയിലുള്ള ഒരു സ്പെഷ്യൽ കോർട്ട്. അവർ ഹാൻഡിൽ ചെയ്യുന്നത് പോപ്പുലർ ഫിനാൻസ് മാറ്ററാണ്. അപ്പോൾ അങ്ങനെയുള്ള ഡെസിഗ്നേറ്റഡ് കോർട്ട് സെറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ വരുമ്പോൾ ഇപ്പോൾ RBIയുടെ അണ്ടറിൽ നമ്മൾ റെഗുലേറ്റഡ് ആയിട്ടുള്ള ഡെപ്പോസിറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ബാങ്കിലുള്ള ഡെപ്പോസിറ്റ്സ്, ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ആണെങ്കിലും ബാങ്കിലുള്ള ഡെപ്പോസിറ്റ്സ് ഒക്കെ റെഗുലേറ്റഡ് ഡെപ്പോസിറ്റ്സ് ആണ് അണ്ടർ RBI. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം റെഗുലേറ്റഡ് ഡെപ്പോസിറ്റ്സ് ആണ് ഈ ബാങ്ക് ഡെപ്പോസിറ്റ്സ് ഒക്കെ. അതുപോലെ പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ടുള്ള നോട്ടിഫൈഡ് ആയിട്ടുള്ള സ്ഥാപനങ്ങളുണ്ടാവും, ബാങ്ക് അല്ലാത്ത പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇപ്പം കേരള ഫിനാൻസ് കോർപ്പറേഷനൊക്കെ പോലെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ടാവും. ഇപ്പോൾ SIDBI പോലുള്ള സ്ഥാപനങ്ങൾ, ഇതെല്ലാം നോട്ടിഫൈഡ് പബ്ലിക് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ അതെല്ലാം എന്താണ് റെഗുലേറ്റഡ് ഡെപ്പോസിറ്റ്സിൻ്റെ ഇതിലാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്പെസിഫിക് ആയിട്ട് അത് പറയുന്നുണ്ട് ബഡ്സ് ആക്ടിൽ. വളരെ ഒരു 10-15 പേജുള്ള ഒരു ആക്റ്റാണ്. അതുപോലെ തന്നെ പിന്നെ എന്താണ് NBFCs, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസ്, അവർക്കും ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFCs തന്നെ 2 ടൈപ്പ് ഉണ്ട്. RBI പെർമിറ്റ് ചെയ്യുന്ന ഡെപ്പോസിറ്റ് ടേക്കിംഗ് ആൻഡ് നോൺ ഡെപ്പോസിറ്റ് ടേക്കിംഗ് ഉള്ള രൂപത്തിലുണ്ട്. അപ്പോൾ ഡെപ്പോസിറ്റ് ടേക്കിംഗ് NBFCസിന് എന്ത് ചെയ്യാം, അവരുടെ RBI റെഗുലേഷൻ പ്രകാരമുള്ള ഡെപ്പോസിറ്റ്സ് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അത് റെഗുലേറ്റഡ് ഡെപ്പോസിറ്റ്സ് ആണ്. അതിൽ സെബിയിലേക്ക് വരുമ്പോൾ മ്യൂച്വൽ ഫണ്ട്സ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. മ്യൂച്വൽ ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും അതും എന്താണ് റെഗുലേറ്റഡ് ആണ്. മ്യൂച്വൽ ഫണ്ട്സ് ആണെങ്കിലും ഇപ്പം ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് AIFs ഇങ്ങനെയുള്ള ഡെപ്പോസിറ്റ്സ് ഒക്കെ റെഗുലേറ്റഡ് ഫണ്ട്സ് ആണ്. അതുപോലെ ഇൻഷുറൻസിലേക്ക് വരികയാണെങ്കിൽ ഇൻഷുറൻസ് നമ്മൾ ULIPs ഒക്കെ പോലുള്ള ഇൻഷുറൻസിൽ വരുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്സ് IRDA റെഗുലേറ്റഡ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ കമ്പനീസ് ആക്ട് പ്രകാരം MCA മിനിസ്റ്റർ ഓഫ് കമ്പനീസ് അഫയേഴ്സിൻ്റെ അണ്ടറിൽ ROCയുടെ അണ്ടറിൽ വരുന്ന രജിസ്റ്റർ ഓഫ് കമ്പനീസിൻ്റെ റെഗുലേഷനിൽ വരുന്ന പിന്നെ ഡെപ്പോസിറ്റ്സ് ഉണ്ട് കമ്പനീസ്. അത് എല്ലാ അതിൽ ഒരുപാട് റൂളുകൾ ഫോളോ ചെയ്യേണ്ടതുണ്ട്. രജിസ്റ്റേർഡ് കമ്പനീസ് ആക്ട് പ്രകാരം കമ്പനീസ് ആക്ട് 2013 പ്രകാരമുള്ള ഒരു ഡെപ്പോസിറ്റ് ടേക്കിംഗ് സംഭവമുണ്ട്. അത് നമ്മൾ കാണുന്ന ഈ പറഞ്ഞ സാധാരണ ഈ ഫ്രോഡലൻ്റ് ആയിട്ടുള്ള ഡ്യൂബിയസ് ആയിട്ടുള്ള ഈ കമ്പനീസ് എല്ലാം ഇപ്പം നമ്മൾ പറഞ്ഞ MLM ആണെങ്കിലൊക്കെ ചെയ്യുന്ന ഡെപ്പോസിറ്റ് അല്ല. അത് ടോട്ടൽ ഡിഫറെൻ്റ് ആണ്. അതിന് കമ്പനീസ് ആക്ടിൽ ROCയുടെ പ്രത്യേക പെർമിഷനും കാര്യങ്ങളൊക്കെ ഒരുപാട് റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ വെച്ചിട്ടുള്ള വളരെ അപൂർവമായിട്ട് നടക്കുന്ന ഡെപ്പോസിറ്റ് ടേക്കിംഗ് ആണ് ഈ കമ്പനീസ് ആക്ടിലുള്ള ആ ഒരു ഡെപ്പോസിറ്റ് ടേക്കിംഗ് എന്ന് പറയുന്നത്. ഇതൊന്നും ഈ പറഞ്ഞ ഏതെങ്കിലും കമ്പനീസ് ഡെപ്പോസിറ്റ് ടേക്ക് ചെയ്യാന്ന് വെച്ചിട്ട് അത് ഈ പറഞ്ഞ കമ്പനീസ് ആക്ട് പ്രകാരമുള്ള ഡെപ്പോസിറ്റ് ടേക്കിംഗ് അല്ല. മനസ്സിലല്ലേ? ഇപ്പോൾ ഒരു ഉദാഹരണം, ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ, പിന്നെ ഒരിക്കൽ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ഒരു കേസായിരുന്നു. ആ കേസിൻ്റെ ആളുകൾ പിന്നെ എൻ്റെ ഒരു റിലേറ്റീവിനെ ഒന്ന് കണ്ടു, ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സെബിയിലുള്ളത് അറിഞ്ഞുകൊണ്ട് അവർ തിരിച്ചു ചോദിച്ചത് സെബിയിൽ രജിസ്റ്റേർഡ് ആണോ എന്ന്. അപ്പോൾ അവർ ആദ്യം പറഞ്ഞു സെബിയിൽ രജിസ്റ്റേർഡ് ആണെന്ന്. ഈ പറഞ്ഞ ഒരു ഇൻവെസ്റ്റർ ഒരാളെ മീറ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ ആളോട്. അപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഒരു കമ്പനി സെബിയിൽ രജിസ്റ്റേർഡ് ആണോ എന്ന്. ഞാൻ പറഞ്ഞു അല്ല, ഞാൻ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ കമ്പനി രജിസ്റ്റേർഡ് അല്ല. അപ്പോൾ ഈ പറഞ്ഞ രണ്ടാമത് ഇയാൾ വന്നപ്പോൾ ഇയാൾ പിന്നെ ഇത് പറഞ്ഞു രജിസ്റ്റേർഡ് അല്ല എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞ് രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. എന്നിട്ട് സെബിയിൽ രജിസ്റ്റർ ചെയ്യാൻ പോവാണ്. പക്ഷേ മിനിസ്ട്രി ഓഫ് കമ്പനീസ് അഫയേഴ്സിൻ്റെ MCAയുടെ മിനിസ്ട്രി ഓഫ് കമ്പനീസ് അഫയേഴ്സ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എന്തുണ്ട് അപ്രൂവൽ ഉണ്ടെന്ന്. എന്താണ് അപ്രൂവൽ? ആ അപ്രൂവലിൻ്റെ കോപ്പി എടുത്ത് അയച്ചു തരാൻ പറഞ്ഞു വാട്സപ്പിൽ. എന്താ അപ്രൂവൽ അറിയോ? ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ്. ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ലോ, അതിന് മുകളിലുണ്ടാവുമല്ലോ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ROCയുടെ ആ ഇൻകോർപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഇവർ ഈ പറഞ്ഞ സംഭവം ചെയ്യാനുള്ള അപ്രൂവൽ പോലും. അപ്പോൾ സാധാരണക്കാരായ ആളുകൾ കുറച്ച് ഇതേപോലത്തെ കാര്യങ്ങൾ മനസ്സിലാത്ത ആളുകളാണെങ്കിൽ എന്ത് ചെയ്യും, ഇവർ ഈ പറഞ്ഞ ബിസിനസ് ചെയ്യാൻ മിനിസ്ട്രി ഓഫ് കമ്പനീസ് അഫയേഴ്സ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഇവർക്ക് സ്പെഷ്യൽ പെർമിഷൻ കൊടുത്ത മാതിരിയാണ് ഇവർ പറയുന്നത്. അതൊരു സിമ്പിൾ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ് അല്ലേ, ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. അത് 2-3 ആൾ വിചാരിച്ച് കഴിഞ്ഞാൽ ആർക്കും ആ സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചെടുക്കാൻ പറ്റും.
അതിന് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് ഓഫീസ് ഉത്തരവാദിയല്ല. അപ്പോൾ ഇങ്ങനെയാണ് ആളുകൾ പറ്റിക്കപ്പെടുന്നത്, ആളുകളുടെ ഇഗ്നോറൻസ് മിസ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നേരത്തെ ഋഷിരാജ് സിംഗ് സാർ പറഞ്ഞു, ഇപ്പോൾ PSCL കേസും ശാരദ കേസും അതുപോലെ തന്നെ സഹാറ കേസൊക്കെ ഇപ്പോൾ സെബിയുടെ പിന്നെ ഓർഡറെല്ലാം പാസ്സായി അതിൻ്റെ റിക്കവറിയും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സഹാറ കേസിലൊക്കെ അന്ന് ഓർഡർ പാസ് ചെയ്ത സമയത്ത് 10 വർഷങ്ങൾക്ക് മുമ്പ് 24,000 കോടിയായിരുന്നു അതിൻ്റെ റിക്കവറി. ഏകദേശം 24,000 കോടി 30,000 കോടിയൊക്കെ റിക്കവറി ആയിട്ടുണ്ട്. അവരുടെ വിദേശത്തുള്ള ഓസ്ട്രേലിയയിലും UK ഉള്ള പ്രോപ്പർട്ടി വരെ വിറ്റ് അറ്റാച്ച് ചെയ്ത് അത് വിറ്റിട്ടുള്ള റിക്കവറി കുറേ ആയിട്ടുണ്ട്. സഹാറ കേസിലൊക്കെ UK ഓസ്ട്രേലിയയിലൊക്കെ അവർക്ക് പ്രോപ്പർട്ടി ഉണ്ട്. UK അവരുടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കൊട്ടാര സമാനമായ പ്രോപ്പർട്ടീസ് ഉണ്ടായിരുന്നു. പക്ഷേ എന്താ സംഭവം വെച്ചാൽ ഇത് വിറ്റിട്ട് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ക്ലെയിം ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ ക്ലെയിമിന് പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം. ആരുടെ കാര്യമായിട്ട് പ്രൂഫൊന്നുമില്ല, കാര്യമായിട്ടുള്ള പ്രൂഫൊന്നും ആരെടുത്തില്ല. ഈ PSCL ആയാലും സഹാറ ആയാലും ഇപ്പോൾ ഈ 24,000 കോടി നമ്മൾ റിക്കവർ ചെയ്ത എമൗണ്ട് സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിൽ, സെപ്പറേറ്റ് ഡെസിഗ്നേറ്റഡ് അക്കൗണ്ടിൽ അൺടച്ചബിൾ ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അതിൽ വളരെ ചെറിയ ശതമാനം, വളരെ നോമിനലായിട്ടുള്ള എമൗണ്ട് മാത്രമേ ആളുകൾ ക്ലെയിം ചെയ്തിട്ടുള്ളൂ. ചെയ്ത ആളുകൾ, പല ആളുകളും വെറുതെ സിംപ്ലി ക്ലെയിം ചെയ്യും എൻ്റെ എമൗണ്ട് ഉണ്ട്. സപ്പോർട്ടിങ്സ് ഇല്ലാതെ കൊടുക്കാൻ പറ്റില്ലല്ലോ, അതിനുള്ള എവിഡൻസ് വേണ്ടേ, എവിഡൻസ് ആയിരുന്നില്ല. അങ്ങനെയുള്ള ഒരുപാട്, അങ്ങനെ വളരെ ചെറിയ എമൗണ്ട് മാത്രമേ ഇൻവെസ്റ്റേഴ്സ് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുപോലെ തന്നെ PSCL കേസാണെങ്കിൽ പിന്നെ എന്താണ് നേരത്തെ പറഞ്ഞ ലാൻഡ് പ്ലോട്ട് അലോട്ട്മെൻറ്റ് കേസ്, ആ കേസിൽ 50,000 കോടിയുടെ സ്കാമാണ് അന്ന് നടന്നത് PSCL. അതിൽ ഇതേപോലെ തന്നെ അതിലെന്താണ് പിന്നെ അതിൽ കുറേ ഇൻവെസ്റ്റേഴ്സ് നമ്മളിവിടെ ഓഫീസിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓഫീസിൽ നേരിട്ട് വന്നിട്ട് PSCL ഇൻവെസ്റ്റേഴ്സ് വന്നിട്ട് ഗ്രൂപ്പായിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? അവർ പറയണത് ഇത് പൊളിഞ്ഞു പോണ സമയത്ത് സെബി ആക്ഷൻ എടുത്തിട്ട് ഇവർ പെട്ട സമയത്ത്, അതിന് മുന്നേ പൊളിഞ്ഞിട്ടുണ്ട്, പക്ഷേ സെബി ആക്ഷനൊക്കെ എടുത്ത സമയത്ത് ഇവർ ഇൻവെസ്റ്റേഴ്സ് അന്നൊക്കെ ഇവിടെയൊക്കെ അവർക്ക് ഓഫീസ് ഉണ്ടായിരുന്നു. PSCLൻ്റെ ഈ ബ്രാഞ്ച് ഓഫീസ് പോലെ ഉണ്ടായിരുന്നു ചില സിറ്റിയിലൊക്കെ. ആ സിറ്റിയിലൊക്കെ ചെന്ന് ഇവർ ഗ്രൂപ്പായിട്ട് ചെന്നിട്ട് ഇവർ ഈ എമൗണ്ട് ഡിമാൻഡ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇവരടുത്ത്, പിന്നെ നിങ്ങൾക്ക് തന്ന റിസീപ്റ്റ് ഉണ്ടല്ലോ, ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് തന്ന അഗ്രിമെൻറ്റോ അല്ലെങ്കിൽ റിസീപ്റ്റോ ഒക്കെ ഉണ്ടല്ലോ, ആ റിസീപ്റ്റൊക്കെ തിരിച്ച് കൊടുക്കാൻ, ഒറിജിനൽ തിരിച്ചു കൊടുക്കാൻ, ഇത് ഇവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് ഞങ്ങൾ ഹെഡ് ഓഫീസ് സബ്മിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫണ്ട് തരാം. മനസ്സിലായോ? ഇതിൻ്റെ ഫോട്ടോ കോപ്പി പോലുമില്ല, ഒറിജിനൽ സബ്മിറ്റ് ചെയ്യിപ്പിച്ചു. ഇത് വെറുതെ ഹെഡ് ഓഫീസിലേക്ക് അയച്ചിട്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻട്രസ്റ്റ് അടക്കം തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഈ പറഞ്ഞ ഡോക്യുമെൻ്റ് എല്ലാം തിരിച്ചു പോയി. പിന്നെ ഇവരുടെ അടുത്ത് ഒന്നുമില്ല. ഇപ്പോൾ സെബിയിൽ ഇതെല്ലാം ഈ പറഞ്ഞ പ്രോപ്പർട്ടീസ് എല്ലാം അറ്റാച്ച് ചെയ്ത് ഇവരുടെ ഈ പറഞ്ഞ 50,000 കോടി ഇല്ലെങ്കിലും 20,000 കോടി 25,000 കോടിയൊക്കെ നമ്മുടെ റിക്കവർ ചെയ്ത എമൗണ്ട് ബാങ്കിൽ കിടക്കുന്നുണ്ട്. ഈ ഇൻവെസ്റ്റേഴ്സിന് ഇത് ക്ലെയിം ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ് ഇല്ല. അതുപോലും തിരിച്ചു വാങ്ങിയിട്ട് ഈ കമ്പനി മുങ്ങി. അപ്പോൾ ഇതാണ് ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇഗ്നോറൻസി മിസ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഞാൻ കുറച്ച് അവയർനെസ് വീഡിയോസ് കാണിക്കുകയാണ്. വസന്ത് കുമാർ കാബ്ര. ഓ കാബ്ര എന്ന് പറഞ്ഞ ബംഗാളി. ഹരിയാന. സർ, നിങ്ങളുടെ എക്സാക്ട് പ്രോബ്ലം? എന്റെ ഡിവിഡൻഡ് വാറന്റ് ഇതുവരെ വന്നില്ല സർ. ജസ്റ്റ് എ സെക്കൻഡ്. യെസ്. സർ, നിങ്ങളുടെ ഡിവിഡൻഡ് വാറന്റ് ഇല്ലേ? ഇതുവരെ വന്നില്ല സർ. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലയിന്റ്സ് കേൾക്കാതെ പോകുന്നുവോ? ശരിയായ സ്ഥലത്ത് കംപ്ലയിന്റ് ചെയ്യൂ. scores.gov.in നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് കംപ്ലയിന്റ് ബോധിപ്പിക്കൂ. ഞങ്ങൾ വഴി നിങ്ങൾക്ക് ലഭിക്കും ഇൻവെസ്റ്റ്മെന്റ് കംപ്ലയിന്റ്സിനുള്ള മറുപടി. സെബി, ഓരോ ഇൻവെസ്റ്ററുടെയും ശക്തി. ഒരു തവണ 50,000 ഇട്, 6 മാസം കഴിഞ്ഞ് ഓരോ മാസവും ജീവിതകാലം മുഴുവൻ 10,000 ഇട്ടു. സത്യം? അതേടോ, ഞാൻ സ്വയം ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. സൈൻ ഇത് നോക്ക്. ഈ എണ്ണ 2 തുള്ളി പുരട്ടിയ ഒരാഴ്ച കൊണ്ട് മുടി കിളിക്കും, ഗ്യാരണ്ടി. ഇതെനിക്ക് പറ്റിയതാ. ഇത് കണ്ടോ, സോനാ ബെൽറ്റ് ഒരാഴ്ച ഉപയോഗിച്ചാൽ 7 കിലോ കുറയും. ഇത് നിനക്ക് പറ്റിയതാ. വിട്ടുകള നീ സൈൻ ചെയ്യേ. ഇത് ബെസ്റ്റാ. തേജസ്വി ലോക്കറ്റ്, ജീവിതകാലം മുഴുവൻ സന്തോഷം നേടാം. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 3 പേർക്ക്. എന്ത് വർത്താ നീ പറഞ്ഞേ? അങ്ങനെയൊക്കെ നടക്കോ? പിന്നെ ഇങ്ങനെയൊക്കെ നടക്കും. ഇഷ്ടാ. കുറഞ്ഞ കാലയളവിൽ കൂടുതൽ ലാഭം, അത് ചതി. അതുകൊണ്ട് നിങ്ങളുടെ പണം ഏതെങ്കിലും സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യും മുൻപ് അത് ശരിയായി പരിശോധിക്കുക. സെബി, ഓരോ ഇൻവെസ്റ്ററുടെയും ശക്തി. എന്തെല്ലാം നേടി അദ്ദേഹം? വണ്ടി, ബംഗ്ലാവ്, വേലക്കാര് എല്ലാം ഉണ്ട്. നമ്മുടെ കുമാർ സാറല്ലേ അദ്ദേഹത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബംഗ്ലാവ് ഉണ്ട്, വണ്ടിയുണ്ട്. എത്ര ഇട്ടു അതിന്റെ നേരെ ഡബിള്. നമ്മുടെ കുമാരൻ ചേട്ടനില്ലേ, അദ്ദേഹത്തിന്റെ ലൈഫ് അടിപൊളിയാ. നമ്മുടെ കുമാർ സാറില്ലേ, വണ്ടി, വേലക്കാരും ഒക്കെ ഉണ്ട്. ആ കുമാർ സാറിനെ അറിയില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ എന്താ ഇല്ലാത്ത? ആരേ കുമാർ സാറ്? കുമാർ സാർ, അദ്ദേഹം കുമാർ സാർ. കേട്ട കേൾവി വിശ്വസിക്കരുത്. പണം ഇൻവെസ്റ്റ് ചെയ്യും മുൻപ് സ്വയം അറിയുക, പരിശോധിക്കുക, പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. സെബി, ഓരോ ഇൻവെസ്റ്ററുടെയും ശക്തി.
ഇൻഡസ് വിവ എന്ന പേരിൽ ഒരു കമ്പനി ഇറക്കിയിരിക്കുന്ന ജ്യൂസ് കുടിച്ചാൽ ക്യാൻസറും ഹൃദ്രോഗവും ഉൾപ്പെടെയുള്ള രോഗങ്ങൾ മാറ്റാമെന്നാണ് വാഗ്ദാനം. ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചാണ് 12,000 രൂപ വാങ്ങി ഉൽപ്പന്നങ്ങൾ ആളുകൾക്ക് വിതരണം ചെയ്യുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് അന്വേഷണം. മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളുമായി ഞങ്ങൾക്ക് കഴിഞ്ഞ ഒരു മാസമായി നിരന്തരം വന്നുകൊണ്ടിരുന്ന ഫോൺ കോളുകളിൽ നിന്നാണ് ഈ അന്വേഷണം തുടങ്ങുന്നത്. എന്താണ് ആ വാഗ്ദാനങ്ങളെന്ന് മണി ചെയിൻ ഏജന്റ് തന്നെ പറയും. ഒരു കുഴപ്പമില്ല. അതായത് 2.5 ലക്ഷം രൂപ ആഴ്ച ഏൺ ചെയ്യുന്നവരുണ്ട്. ആ 2.5 ലക്ഷം രൂപ മേടിക്കുന്ന ഒരു സാറാണ് കഴിഞ്ഞ ബുധനാഴ്ച ഇവിടെ മീറ്റിംഗ് എടുത്തത്. ഇവരെല്ലാരും ഇപ്പൊ ഞാൻ ഉൾപ്പെടെ 1000 രൂപ പോകാനുള്ള ഒരു രീതിക്ക് നിൽക്കുക. നമുക്ക് പക്ഷെ മണി ചെയിനിൽ ചേരണമെങ്കിൽ ഈ ജ്യൂസ് 12,000 രൂപ മുടക്കി വാങ്ങണമത്രേ. എല്ലാ രോഗങ്ങളും മാറുന്ന ഈ ജ്യൂസിന്റെ വരവ് എവിടെ നിന്നാണെന്ന് കേട്ട് ആരും ഞെട്ടരുത്. മുന്തിരിങ്ങയുടെ കണക്കിരിക്കുവോ ഒരു പഴവ, അത് ആമസോൺ വരങ്ങളെ നമ്മൾ ഈ ഡിസ്കവറി ചാനലിനകത്ത് എപ്പോഴും മഴയുള്ള ഒരു സ്ഥലം കാണിക്കും. എന്നും ചെറുപ്പം അവിടെയുള്ള ആൾക്കാർ, അവർക്ക് ക്യാൻസർ വരത്തില്ല. മണി ചെയിൻ മാർക്കറ്റിംഗിന്റെ സാധ്യതകളെ കുറിച്ചും ജ്യൂസിന്റെ വിൽപ്പന രീതികളെ കുറിച്ചും കൂടുതൽ അറിയാൻ കൊല്ലത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ നടക്കുന്ന വിപുലമായ യോഗത്തിലേക്ക് പ്രാദേശിക ഏജന്റ് ഞങ്ങളെ ക്ഷണിച്ചു. ജ്യൂസ് കുടിച്ചാൽ ഏതൊക്കെ രോഗം മാറുമെന്ന് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ് ഈ കമ്പനിയുടെ മാനേജർ. ക്യാൻസർ ഉണ്ടാവുന്നത്, പൈൽസ് പോലുള്ള അസുഖം ഉണ്ടാവുന്നത്, ഹൈപ്പർ ടെൻഷൻ, BP ഉണ്ടാവുന്നത് തുടങ്ങി സോറിയാസിസ് ഉണ്ടാവുന്നത് തുടങ്ങി 26ഓളം മേജർ ഹെൽത്ത് പരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് എന്താണ് ഇത് 100% യൂസ്ഫുൾ ആണ്. ഡോക്ടർമാർ തരുന്ന ഗുളികയോ മരുന്നോ ഒരിക്കലും കഴിക്കരുതെന്നും മുമ്പിൽ കൂടിയിരിക്കുന്ന ജനക്കൂട്ടത്തിനോട് ഇയാൾ പറയുന്നു. ഗുളിക കുടിച്ചാലാണ് എന്ത് സംഭവിക്കുന്നത്? നിങ്ങളുടെ പതിയെ കിഡ്നി ഇല്ലാതാവും, ലിവർ പോകും, നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് വരും, പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും, സംഭവിക്കും, ആള് വടിയായിരിക്കും. ഈ ജ്യൂസിന്റെ ഗുണഗണങ്ങളെ കുറിച്ച് പറയാനും ചിലരെത്തി. ഇന്ത്യയിലെ വിദഗ്ധന്മാരായ ഡോക്ടർമാർ ചികിത്സിച്ചിട്ടും മാറാത്ത ഹൃദയത്തിലെ ബ്ലോക്ക് കൊല്ലം സ്വദേശിയായ ഇയാൾക്ക് ഒരാഴ്ച കൊണ്ട് മാറിയത്രേ. പ്രോഡക്റ്റ് ഉപയോഗിച്ചോ? ഞാനിതിന്റെ പ്രോഡക്റ്റ്, എനിക്ക് ബ്ലോക്ക്, ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ ഇതെല്ലാം ഒന്നും വലിയ കുഴപ്പമില്ല. ഇപ്പൊ എന്നെ കണ്ടോ വല്ല കുഴപ്പമുണ്ടോ? എത്ര വയസ്സുണ്ട്? എനിക്ക് 28. എന്റെ കൂടെ പോകണം, എനിക്ക് 57. എന്റെ കൂടെ ഓടാം. കാരണം ഈ പ്രോഡക്റ്റിന്റെ പവർ അതാണ്. പ്രായം കുറയ്ക്കാനുള്ള മാജിക്കും ഈ ജ്യൂസിനുണ്ടെന്ന് മറ്റൊരാൾ. എനിക്ക് 76 വയസ്സ് പ്രായമുണ്ട്. എന്റെ സ്കിന്നും ഒരു 40 വയസ്സുള്ള ഒരാളുടെ സ്കിന്നും കൂടെ നോക്കുകയാണെങ്കിൽ എന്റെ സ്കിന്നായിരിക്കും ചെറുപ്പം. 12,000 രൂപ കൊടുത്ത് 4 കുപ്പി ജ്യൂസ് വാങ്ങിയ ശേഷം ഇടതും വലതും ആളെ ചേർത്ത് അവരെ കൊണ്ട് ജ്യൂസ് വാങ്ങിച്ചുകൊണ്ടിരുന്നാൽ ഒരാഴ്ച 2.5 ലക്ഷം രൂപ വരെ കിട്ടുമെന്നാണ് മണി ചെയിൻ. Disclosure based regime. A fully automated, demutualized, electronic and order-driven exchange followed next, bringing in a much-desired competition to accelerate the process of development and reforms. With world-class depositories and dematerialization of securities, SEBI rid investors of bad delivery, frauds and delays associated with physical securities. The initiative also made settlement mechanism more efficient and transparent, paving a path for nationwide trading. Mutual funds regulations, new FPI regulatory regime and introduction of derivative products by SEBI led to massive investments from all quarters in recent times. In 2014, the Government of India strengthened the SEBI by providing additional powers that further enhanced the Indian regulators' enforcement capabilities. SEBI now kept a sternal vigil over the market to maintain market integrity and protect investors. A journey of almost 3 decades has seen SEBI emerge as one of the most effective and respected regulators in the world. ഒരു ഇന്ത്യൻ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഒരു ഇവല്യൂഷനാണ് കാണിച്ചത്. അതുപോലെ എന്തെങ്കിലും ഇതുപോലെ സെക്യൂരിറ്റീസ് മാർക്കറ്റ് റിലേറ്റഡ് കംപ്ലയിൻസ് ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ഇതിൽ വീഡിയോയിൽ കണ്ട പോലെ സ്കോസ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ കംപ്ലയിൻറ്റ് പോർട്ടലുണ്ട്. അപ്പോൾ അവിടെ കത്തയക്കാനോ ഇമെയിൽ അയക്കാനോ നിൽക്കേണ്ട ആവശ്യമില്ല. ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ നമുക്ക് സ്കോസിൽ ഇത് ചെയ്തിട്ട് അതിൽ നമ്മുടെ സെക്യൂരിറ്റീസ് മാർക്കറ്റ് റിലേറ്റഡ് കംപ്ലയിൻസ് ലോഡ് ചെയ്യാൻ പറ്റും. അത് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിൻ്റെ ഇത്രയും ടൈമിൻ്റെ ഉള്ളിലായിട്ട് അതിൻ്റെ റിഡ്രസ്സിൽ കിട്ടും, അതിന് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഒരു നേരത്തെ ഋഷിരാജ് സിംഗ് സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഓൺലൈൻ ഫ്രോഡ്സ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഫ്രോഡ്സ് ഒക്കെ ഇപ്പോൾ കൂടുതലായിട്ടുള്ള സമയത്ത് ഇപ്പം നമുക്കറിയാം, കഴിഞ്ഞ ആഴ്ച അല്ലേ ഒരു US ജീവിതകാലം മുഴുവൻ US സ്പെൻഡ് ചെയ്ത ഒരു സീനിയർ സിറ്റിസൺസ് അവർ ഡൽഹിയിൽ വന്ന് സെറ്റിൽ ചെയ്തു. ഒരു ഹസ്ബൻഡ് വൈഫ്, ഒരു എനിക്ക് തോന്നുന്നത് 70 70 ഇയേഴ്സ് പ്രായം ഉണ്ടാവും. 14.5 കോടി രൂപയാണ് പോയത് ഡിജിറ്റൽ അറസ്റ്റിൽ. അവർ അൺഎഡ്യൂക്കേറ്റഡ് ഒന്നും ആയിരിക്കില്ലല്ലോ, US ജീവിതകാലം മുഴുവൻ. അവരുടെ സമ്പാദ്യം 14.5 കോടി രൂപ ഒരു സുപ്രഭാതത്തിൽ
ഡിജിറ്റൽ അറസ്റ്റിൽ പോവാണ്. ആ ഡിജിറ്റൽ അറസ്റ്റ് എത്ര ദിവസം നിങ്ങൾ വായിച്ചോ പേപ്പറിൽ? അപ്പോൾ എത്രയാണ്? രണ്ടാഴ്ചയോളം അവർ കണ്ടിന്യൂസ് ആയിട്ട് ഡിജിറ്റൽ അറസ്റ്റിലായിരുന്നു പറഞ്ഞു. അനങ്ങാൻ പറ്റാത്ത രൂപത്തിൽ, മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റാതെ, അവർ മകൾക്ക് പോലും വിളിക്കാൻ സമ്മതിക്കാതെ, അതിനെല്ലാം ഓരോ കാരണങ്ങൾ പറഞ്ഞിട്ട് വിളിക്കാൻ സമ്മതിക്കാതെ 2 ആഴ്ചയോളം ഡിജിറ്റൽ അറസ്റ്റ് ചെയ്തിട്ടാണ് അവർ 14 കോടി മാറ്റിയത്. അതുപോലെ തന്നെ ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു 27 ലക്ഷം രൂപ പിന്നെ ഈ ഡിജിറ്റൽ അറസ്റ്റ് ഇപ്പോൾ എല്ലാവരും കേട്ട് കഴിഞ്ഞു. എന്നിട്ട് പോലും ആളുകൾ ഇതിൽ പെടുകയാണ്. ഇപ്പോൾ ആളുകൾ പുതിയ മോഡൽ, ഇപ്പോൾ ഡിജിറ്റൽ അറസ്റ്റ് വെച്ചൊരു എന്താ പറയുക, അത് ഔട്ടായി. ഇപ്പോൾ പുതിയ മോഡലാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന് കഴിഞ്ഞ മാസം ഒരു മെസ്സേജ് വന്നു, മൊബൈലൊരു മെസ്സേജ് വന്നു, RTO ഫൈൻ വന്നിട്ടുണ്ട് കാറിലെ, ട്രാഫിക് ഫൈൻ, RTO മെസ്സേജാണ് വന്നത്, ട്രാഫിക് ഫൈൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ആ ഫൈൻ പേ ചെയ്തില്ലെങ്കിൽ ലീഗൽ നോട്ടീസ് വരും, പിന്നെ കോർട്ട് കേസാവും. 1000 രൂപേൻ്റെ ഫൈനുള്ളൂ, എമൗണ്ട് ഉണ്ട്, 1000 രൂപേൻ്റെ ഫൈനുണ്ട്. ഏതോ സിഗ്നൽ തെറ്റിച്ചിട്ടുണ്ടെന്നുണ്ട്, അങ്ങനെ ഒരു ഫൈന്, ഒരു മെസ്സേജ്, RTO മെസ്സേജ് പോലെ. അപ്പോൾ ആ മെസ്സേജ് ഒരു താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് എടുത്തിട്ട് പിന്നെ ഒരു ഗവൺമെൻറ് ലിങ്ക് പോലത്തെ ലിങ്ക് പോലെ തോന്നിക്കുന്ന ലിങ്ക് പോലെ. അപ്പോൾ ആ ലിങ്ക് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഫൈൻ 1000 രൂപ പേ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നെക്സ്റ്റ് സ്റ്റെപ്പ് ലീഗൽ നോട്ടീസാണ്, കോർട്ട് കേസാവും. അപ്പോൾ ആരും പെട്ടെന്ന് പേടിച്ചിട്ട് 1000 രൂപ അല്ലേ, ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് 1000 രൂപ അടച്ച് പരിപാടി ക്ലോസ് ചെയ്യാമെന്നായിരിക്കും. സത്യത്തിൽ ആ ലിങ്കിലുള്ളത് എന്താണ്? ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഹാക്കായി. മൊബൈലിലുള്ള നേരത്തെ പറഞ്ഞ ഈ മൊബൈൽ ബാങ്കിങ്ങും GPay ഇതൊക്കെ എല്ലാം വെച്ചിട്ട് ക്യാഷ് പോകും. അങ്ങനെ ആ ഒരു കേസ് ഒരു മാസം മുന്നെയാണ് വന്ന മെസ്സേജ്. പക്ഷേ ഇപ്പോൾ 2 ആഴ്ച മുന്നേ കേരള പോലീസ് ആ ടീമിനെ പിന്നെ ഹരിയാനയിൽ പോയി പൊക്കി. ഈ ഫ്രോഡ് ടീമിനെ ഹരിയാനയിൽ പോയിട്ട് 2 മാസം ഹരിയാനയിൽ സ്റ്റേ ചെയ്തിട്ട് കേരള പോലീസ് ഇപ്പോൾ അവരുടെ ഈ ഒരു RTO സ്കാം എന്ന് പറയുന്നത്, RTO പെനാൽറ്റി ഫൈൻ സ്കാം, ഈ RTO ഫൈൻ ടീമിനെ ഹരിയാനയിൽ പോയിട്ട് പൊക്കി. 2 മാസം അവിടെ ക്യാമ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ വേറെ ഇത് വെച്ച് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് തന്നെ ഉണ്ടായ ഒരു അനുഭവം, ഒരു 7 മാസം മുന്നേ എനിക്ക് പെട്ടെന്നൊരു ഫോൺ വരികയാണ്. ഞാൻ ബോംബെയുള്ള സമയത്താണ്, ഒരു ഫോൺ വരികയാണ്. ഫോൺ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഒരു ഫോൺ വന്നത് ഫെഡെക്സ് കൊറിയർ എന്നാണ്. ഡിഫറെൻറ്റ് ടൈപ്പാണ്, ഒന്ന് RTO, ഒന്ന് ഡിജിറ്റൽ അറസ്റ്റ്, പിന്നെ ഇപ്പുറത്ത് കൊറിയർ. നമുക്കെന്നെ ഊഹിക്കാൻ പറ്റില്ല. ഒന്നിങ്ങനെ നമ്മൾ അവയർനെസ് ആയി വരുമ്പോൾ, നമ്മൾ തന്നെ അവയർഡായി വരുമ്പോഴേക്കും പുതിയ മോഡലാണ് അല്ലേ. ഇപ്പോൾ അതിൽ എനിക്ക് വന്ന കോൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ഞാൻ കോൾ ചെയ്യുന്നത് ഫെഡെക്സ് കൊറിയർ എന്നാണ്, നിങ്ങളുടെ കൊറിയർ കൺസൈൻമെൻറ്റിൽ നിന്ന് പിന്നെ ഇറാനിലേക്കുള്ള കൺസൈൻമെൻ്റാണ് ഞാൻ അയക്കുന്നത്. അതിൽ ഗാർമെൻറ്റ്സ് കൺസൈൻമെൻ്റ് ആണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് 24 LSD സ്റ്റാമ്പ് പേപ്പർ, LSDയുടെ മറ്റേ മയക്കുമരുന്നിൻ്റെ LSD സ്റ്റാമ്പ്സ് ഇതിൻ്റെ ഷീറ്റ് 24 എണ്ണം, 18 പിന്നെ എന്താ പറയുക ഫോർജഡ് പാസ്പോർട്ട്, ഇന്ത്യൻ പാസ്പോർട്ട് ഫോട്ടോ ഒക്കെ മാറ്റി ഒട്ടിച്ച 18 ഫോർജഡ് ഇന്ത്യൻ പാസ്പോർട്ടും 24 മയക്കുമരുന്ന് സ്റ്റാമ്പ് LSD സ്റ്റാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഗാർമെൻറ്റ്സിലുള്ളൊന്ന് കിട്ടിയെന്ന് പറഞ്ഞു. ഞാൻ ഇറാനിക്ക് അയച്ച കൺസൈൻമെൻ്റ് നിന്ന്. ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ കൺസൈൻമെൻറ്റ് അയച്ചിട്ടില്ല, എനിക്ക് ആ പരിപാടിയല്ല. അപ്പോൾ അല്ലല്ല, അത് നമുക്കും അറിയാം, പക്ഷെ ഞങ്ങളും പെട്ടു, നിങ്ങളും പെട്ടു. ഈ ഫെഡറക്സ് ബാക്ക്ഗ്രൗണ്ട് ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുകയാണ്, അടുത്ത കാൾ വേറെ വരും. ഇത് ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാക്കുകയാണ് ഈ ഫെഡക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണെ, ഞങ്ങൾക്കും പെട്ടു, ഞങ്ങളെ കൊറിയർ ബുക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളും പെട്ടിരിക്കുകയാണ്, ഞങ്ങൾക്കിപ്പോൾ ഇവിടുന്ന് കോൾ വന്നു. അപ്പം നിങ്ങളെ വിളിച്ച് പറയാൻ കാരണം, നിങ്ങൾ വേണ്ടതായ പ്രിക്കോഷൻ എടുത്തോണ്ട് വേണ്ടി പറയാണ്. നിങ്ങളുടെ നമ്പറാണ് അതിൽ കൊടുത്തിരിക്കുന്നത്, നിങ്ങളെ പിന്നെ ആധാർ നമ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്, പിന്നെ അതൊക്കെ പറഞ്ഞിട്ടാണ് ഇയാൾ വിളിക്കുന്നത്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യുന്ന രൂപത്തിലാണ് പറയണത്, ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ. അപ്പം ഞാൻ അങ്ങനെ ഒരു കൺസ്യൂമെൻ്റ് അയച്ചിട്ടില്ല. അപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ ആധാർ നമ്പറാണല്ലോ, ആധാർ നമ്പർ ഉപയോഗിച്ചിട്ടുണ്ടാവും, പക്ഷേ ഞാൻ ഉത്തരവാദില്ല. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നെ ഉപദേശം, നിങ്ങൾ ഹോട്ടലിലൊക്കെ റൂം എടുക്കുമ്പോൾ ആധാർ കൊടുക്കരുത്, അവിടെ നിന്നൊക്കെ ഇത് ലീക്കായി പോകുന്നുണ്ട്, ഉപദേശം ഇയാളെ വക. നിങ്ങൾ ഹോട്ടലൊക്കെ റൂം എടുക്കുമ്പോൾ ആധാറൊക്കെ എന്ത് ചെയ്യും, മാർക്ക് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് അവിടെ നിന്നൊക്കെ ഈ കോപ്പി ലീക്കായി പോകുന്നുണ്ട്, അവിടെ നിന്നാണ് നിങ്ങളുടെ ആധാർ ഉപയോഗിച്ചിട്ട്. ചിലപ്പോൾ ഞങ്ങൾക്കറിയാം വേറെ ആരെങ്കിലും ചെയ്തായിരിക്കാം, ഈ കൊറിയറാരും ഫെഡക്സ് കൊറിയറാരും പറയണം, ഈ വേറെ ആരെങ്കിലും ചെയ്തായിരിക്കും നിങ്ങളെ ആധാറൊക്കെ വെച്ചിട്ട്, പക്ഷേ കുടുങ്ങൽ നിങ്ങളാണ് കുടുങ്ങിയിരിക്കുന്നത്, നിങ്ങളാണ് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത്. പാനിക് ക്രിയേറ്റ്, സ്റ്റാർട്ടിങ് ഒന്ന് പാനിക്കായി ഞാനും, കാരണം ഈ പറഞ്ഞ ഇറാനിക്ക് ഇതൊക്കെ ആകുമ്പം നമ്മൾ ജോലിയെ വരെ ബാധിക്കുന്ന വിഷയമല്ലേ. പക്ഷെ പിന്നെ ഞാൻ ചോദിച്ചു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പേയ്മെൻറ്റ് ഞാൻ നടത്തിയിട്ടില്ലല്ലോ, കൊറിയർ ഇറാനിലേക്ക് ഒരു ഗാർമെൻറ്റ് കൺസ്യൂമെൻറ്റ് പോകണമെങ്കിൽ നല്ലൊരു എമൗണ്ട് പേ ചെയ്യണ്ടേ, അത് ഞാൻ ചെയ്തില്ലെന്ന് തോന്നുന്നു. അല്ല നിങ്ങളാ പേ ചെയ്തു, അത് എത്ര എമൗണ്ട്? 95,000 രൂപ ഞാൻ പേ ചെയ്തു. അപ്പോൾ എൻ്റെ പേടി പിന്നെ ഇതല്ല, ഇതിൻ്റെ പേടി പിന്നെ ഈ 95,000 രൂപയ്ക്ക് ഇപ്പോൾ എൻ്റെ അക്കൗണ്ട് വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അപ്പം തന്നെ വേറെ മൊബൈലുണ്ടായിരുന്നു, ഈ മൊബൈൽ ഓൺ ആക്കിയിട്ട് മറ്റേ മൊബൈലിൽ ബാങ്ക് നെറ്റ് നോക്കിയിട്ട് നെറ്റ് ബാങ്കിങ് ഓൺ ആക്കിയിട്ട്
അതിൽ അപ്പം തന്നെ സ്പോട്ടിൽ തന്നെ അക്കൗണ്ടിൽ നിന്ന് 90,000 രൂപ പോയെന്ന് നോക്കി. ആ എമൗണ്ട് പോയോ ആരെങ്കിലും ഇതേപോലെ വല്ല ഹാക്ക് ചെയ്ത് വലിച്ചു നോക്കി. അതൊന്നും പോയിട്ടില്ല ഭാഗ്യത്തിന്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് ഒന്നും പോയിട്ടില്ല. നിങ്ങളുടെ എങ്ങനെ പേ ചെയ്തത്, ഡെബിറ്റ് കാർഡാണോ ക്രെഡിറ്റ് കാർഡാണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഡെബിറ്റ് കാർഡ് വെച്ചിട്ടാണ് പേ ചെയ്തത്. അപ്പോൾ ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ എത്ര ചോദിച്ചു. നിങ്ങൾക്ക് ഞാൻ പേ ചെയ്തു പറഞ്ഞല്ലോ. ICICI ഡെബിറ്റ് കാർഡ്, അത് കറക്റ്റായിരുന്നു. ICICI അക്കൗണ്ട് ഉള്ളത്. അപ്പോൾ ICICI ഡെബിറ്റ് കാർഡാന്ന് പറഞ്ഞു. അതെങ്ങനെയോ കറക്റ്റായി. അപ്പോൾ ആ ഡെബിറ്റ് കാർഡ് നമ്പർ ഉണ്ട്, അതെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ നമ്പർ നമുക്ക് അറിയില്ലെന്ന്. ലാസ്റ്റ് 4 ഡിജിറ്റ് അറിയില്ല ചോദിച്ചു. അതറിയാമെന്നു. അത് പറയാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾ ആദ്യത്തിൽ മൊത്തത്തിൽ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പിന്നെ പ്രശ്നം വെച്ചപ്പോൾ ഇയാൾ പറഞ്ഞു ഇതാ കൺസൈൻമെൻറ്റ് നമ്പർ വരെ ഇയാൾ പറഞ്ഞു. ഫെഡെക്സിൻ്റെ ഇത് ഇറാനിലേക്കുള്ള കൺസൈൻമെൻറ്റ് നമ്പർ ഇതാണ്, ഡേറ്റ് ഇതാണെന്നൊക്കെ പറഞ്ഞ് 95,000 രൂപ പേ ചെയ്യുമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ ഇച്ചിരി മൊമെൻറ്റ് കിട്ടിയപ്പോൾ ഞാൻ തിരിച്ച് അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ഇങ്ങോട്ട് പറയാൻ സമ്മതിക്കാതെ അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ ലാസ്റ്റ് ഡിജിറ്റ് എന്താ ചോദിച്ചു. അപ്പോൾ അയാൾ നമ്പർ പറഞ്ഞു. ആ നമ്പർ ഞാൻ അപ്പം തന്നെ എനിക്ക് ഓർമ്മയില്ല, പേഴ്സ് എടുത്തിട്ട് പിന്നെ നമ്പർ നോക്കിയപ്പം ആ നമ്പറല്ല. അപ്പോൾ അതോടുകൂടി എനിക്ക് മനസ്സിലായി. പിന്നെ പുള്ളിയോട് പറഞ്ഞ് വെച്ചിട്ട് പോകാൻ പറഞ്ഞു. മനസ്സിലായില്ലേ, എൻ്റെ ക്യാഷും പോയിട്ടില്ല. ഇനി അഥവാ എൻ്റെ ആധാർ കാർഡ് വെച്ചിട്ട് ആരെങ്കിലും മിസ്യൂസ് ചെയ്തില്ലെങ്കിൽ ഞാൻ അറിയില്ല എന്നും പറഞ്ഞു. ഇപ്പം ഇങ്ങനെ വരെ ആളുകൾ ഇപ്പം കൊറിയർ സ്ഥാപനങ്ങളിൽ നിന്ന് വിളിക്കുന്നു. ഇപ്പോൾ വേറൊരു എന്താണ് ഈ സ്ക്രീൻ ഷെയറിങ്, ബാങ്കിൽ നിന്ന് വിളിച്ചിട്ട് സ്ക്രീൻ ഷെയറിങ് ചെയ്യാൻ പറഞ്ഞു. അതിപ്പോൾ മിനിയാന്നാണ്. അപ്പോൾ എത്ര 27 ലക്ഷം രൂപ വരെ പോയത്. നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു ബാങ്കിൽ നിന്നാണ് വിളിക്കുന്നത്. മൊബൈലിൻ്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറഞ്ഞു. ആ സ്ക്രീൻ ഷെയർ ചെയ്ത് പിന്നെ OTP ഒന്നും വേണ്ട. ഞങ്ങൾക്ക് OTP അങ്ങനെയുള്ള ഒരു പാസ്വേഡ് ഒന്നും വേണ്ട. സിംപ്ലി നിങ്ങൾ സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി. എന്താണ് പിന്നെ ബിൽഡെസ്ക് അല്ലെങ്കിൽ ടീം വ്യൂവർ എന്നൊക്കെ പറഞ്ഞാൽ സ്ക്രീൻ ഷെയർ ചെയ്താൽ മതി. അതോടെ കഴിഞ്ഞ് പൈസ പോയി. സ്ക്രീൻ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ് ഈ മൊബൈലിൽ വരുന്ന എല്ലാ മെസ്സേജും ഇതെല്ലാം അവർക്ക് ലൈവായിട്ട് കാണാൻ പറ്റും. എമൗണ്ട് പോയി. പുതിയ പുതിയ മോഡ്സാണ് ഈ ആളുകൾ കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മളതിൽ അവയർനെസ് ആയിരിക്കുക എന്നാണ് ഈ സാന്ദർഭികമായിട്ട് പറയാനുള്ളത്. പ്രത്യേകിച്ച് സിംഗ് സാറൊക്കെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞതുകൊണ്ട് തന്നെ. അപ്പോൾ താങ്ക്സ് ഫോർ ലിസണിങ്. അപ്പോൾ അസ്സലാമു അലൈക്കും.